ദിവേഷ്, തുടക്കം തൊട്ടേ പൃഥ്വിരാജിന് വലിയ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ മോഹൻലാൽ പങ്കുവച്ച പോസ്റ്റ് പൃഥ്വിരാജ് കൂടി ഷെയർ ചെയ്യുകയാണ്. അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ജയലക്ഷ്മി, പൃഥ്വിരാജും ഷെയർ ചെയ്തിരിക്കുന്നു. മോഹൻലാലിന്റെ ഒരു ഖേദപ്രകടനം പോസ്റ്റാണ് പൃഥ്വിരാജും ഇട്ടിരിക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാം, ഈ വിവാദം തുടങ്ങിയപ്പോൾ ആദ്യം തന്നെ അത് പൃഥ്വിരാജിനെ ലക്ഷ്യം വെച്ചാണ് കൂടുതൽ. കാരണം പൃഥ്വിരാജിന്റെ മുൻകാല രാഷ്ട്രീയ നിലപാടുകളൊക്കെ സ്വാഭാവികമായും പൃഥ്വിരാജിലേക്ക് ഈ ആരോപണം എത്തിക്കാൻ കാരണമായിട്ടുണ്ട്. നമുക്കറിയാം, ലക്ഷദ്വീപ് അടക്കം പല കാര്യങ്ങളിലും പൃഥ്വിരാജ് പറഞ്ഞിട്ടുള്ള വിഷയങ്ങൾ അത് പല രീതിയിലാണ് വ്യാഖ്യാനിക്കപ്പെട്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പൃഥ്വിരാജിന്റെ ഒരു തീരുമാനമാണ്. പൃഥ്വിരാജ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ ചില കമന്റുകൾ വായിച്ചാൽ ഇതെല്ലാം പറയാൻ ഉള്ളതല്ല എങ്കിൽ പോലും പൃഥ്വിരാജ് മോഹൻലാലിനെ അല്ലെങ്കിൽ മോഹൻലാലിനെ പറ്റിച്ചു, മോഹൻലാലിനെ അറിയാതെ ഇതിന്റെ ഭാഗമാക്കി എന്നുള്ള ചില പ്രതികരണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊരു ഭാഗത്ത് നിൽക്കട്ടെ. പക്ഷേ പൃഥ്വിരാജിനെ ലക്ഷ്യം വെച്ചായിരുന്നു ഇതിന്റെ പല ആരോപണങ്ങളും ഉയർന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. ബിജെപിയുടെ തന്നെ ചില നേതാക്കൾ പൃഥ്വിരാജിന്റെ ജിഹാദി ബന്ധം അല്ലെങ്കിൽ ഫണ്ടിംഗ് ഉണ്ടോ എന്ന് സംശയിക്കുന്നുവെന്ന തുടങ്ങിയ പ്രതികരണങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം ഉണ്ടായതാണ്. പക്ഷേ നിലവിൽ ഇതിൽ ഏറ്റവും വലിയ പ്രതികരണം നടത്തേണ്ടതും പൃഥ്വിരാജാണ്. കാരണം പൃഥ്വിരാജിന്റെ ഒരു ഡ്രീം പ്രോജക്റ്റാണ്. മുരളി ഗോപിയാണ് എഴുത്ത്, മോഹൻലാൽ നായകനാവുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇത് മുഴുവനായിട്ട് ഓൺ ചെയ്യുന്നത് പൃഥ്വിരാജാണ്. അതിന്റെ ക്യാമ്പയിൻ അടക്കം, അതിന്റെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി അടക്കം ഒക്കെ പൃഥ്വിരാജിന്റെ മൊത്തം നിയന്ത്രണത്തിൽ നിന്നൊരു കാര്യമാണ്. അതുകൊണ്ട് ഇങ്ങനെയൊരു വിവാദം വന്നപ്പോൾ സ്വാഭാവികമായിട്ടും ആദ്യ പ്രതികരണം പൃഥ്വിരാജിൽ നിന്ന് ഉണ്ടാകുമെന്ന് കരുതി. പക്ഷേ സോഷ്യൽ മീഡിയയിലോ അല്ലാതെയോ പൃഥ്വിരാജ് ഒരക്ഷരവും ഇക്കാര്യത്തിൽ മിണ്ടിയിട്ടില്ല, പ്രതികരിച്ചിട്ടില്ല. അപ്പോഴാണ് മോഹൻലാൽ ഇങ്ങനെയൊരു ഖേദപ്രകടനം നടത്തുന്നത്. അത് ഷെയർ ചെയ്തുകൊണ്ട് അത് മോഹൻലാൽ അതിൽ കുറിച്ചിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ കൂട്ടായ തീരുമാനമാണ്. അപ്പോൾ ആദ്യം അറിയാം, ഗോകുലം ഗോപാലൻ നിർമ്മാതാവ് അദ്ദേഹം പറയുന്നു, ഇത് ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നടപടികൾ വേണമെന്ന് പൃഥ്വിരാജിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് നിർമ്മാതാവിന്റെ ഭാഗത്തു നിന്നൊരു തീരുമാനം വന്നിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ മോഹൻലാലിന്റെ ഒരു പ്രതികരണം. ഇപ്പോഴും പൃഥ്വിരാജ് വ്യക്തിപരമായ ഒരു പ്രതികരണം നടത്തിയിട്ടില്ല. പക്ഷേ ഇതൊരു കൂട്ടായ തീരുമാനമാണ്, എല്ലാവരും കൂടി ആ തീരുമാനത്തിനൊപ്പം നിന്നു എന്ന് വ്യക്തമാക്കുക കൂടിയാണ് പൃഥ്വിരാജ്. എന്തായാലും വിവാദങ്ങൾ ഈ പോസ്റ്റ് കൊണ്ട് നിൽക്കുമോ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഒരുപക്ഷെ വിവാദം വേറൊരു തലത്തിലേക്ക് കടക്കാനുള്ള സാധ്യതകളുണ്ട്. എന്തായാലും എമ്പുരാൻ ടീമിന്റെ പ്രതികരണമായി തന്നെ മോഹൻലാലിന്റെ ഈ ഖേദപ്രകടനം പൃഥ്വിരാജ് അവതരിപ്പിക്കുകയാണ്. തീർച്ചയായും ദിവേഷ്, എന്തായാലും ഈ ഒരു മോഹൻലാൽ പറഞ്ഞിരുന്നു അതൊരു ടീമിന്റെ പ്രതികരണം തന്നെയാണ് എന്നുള്ളത്. അത് സാധൂകരിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ പൃഥ്വിരാജ് ഇത് ഷെയർ ചെയ്യുമ്പോൾ നമുക്കും വ്യക്തമാകുന്നത്. എന്തായാലും സമ്മിശ്രമായ പ്രതികരണങ്ങൾ പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും വരുന്നുണ്ട്. ഈ സിനിമ റീഎഡിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, സിനിമയെ സിനിമയായി തന്നെ കാണണം എന്ന തരത്തിലുള്ള വാദങ്ങളും വരുന്നുണ്ട്. അങ്ങനെയല്ല എന്നും പറയുന്നുണ്ട്. എന്തായാലും രാഷ്ട്രീയ നേതാക്കളുടെ ഭാഗത്തു നിന്നും വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. എന്തായാലും ഈ വിമർശനങ്ങളൊക്കെ എന്ന് കെട്ടടങ്ങും എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണേണ്ടതാണ്.